വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇവിടെ വരൂ. ഈ ഐലൻഡ് ആരുടേതാണ്? അങ്ങയുടെ തന്നെ ഇതെല്ലാം ആരുടേതാണ്? നിങ്ങളെയാണ് ബോസ്. പിന്നെ ഈ കാർണിവൽ ഐലൻഡ് മാത്രം എന്താ എന്റെ അല്ലാത്തത്? നിങ്ങളെയൊന്നും ഒന്നിനും കൊള്ളില്ല. എനിക്കിവിടെ ഈ കാർണിവൽ ഐലൻഡിൽ ഒരു ബേസ് ഉണ്ടാക്കണം. ലാൻഡ് സ്മഗ്ലിങ്ങിനും സീ സ്മഗ്ലിങ്ങിനും ഈ കാർണിവൽ ഐലൻഡിനേക്കാൾ നല്ല സ്ഥലം വേറെ ഇല്ല. ഈ ഒരു ഐലൻഡ് മാത്രമാണ് ഇതിന് പറ്റിയ സ്ഥലം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പറ്റിയ സ്ഥലം. ഇന്നുവരെ എന്തുകൊണ്ട് എനിക്ക് ഈ ഐലൻഡ് വാങ്ങാൻ സാധിച്ചില്ല? ഞങ്ങൾ മുത്തശ്ശനോട് ഒരുപാട് തവണ സംസാരിച്ചു. എത്ര പൈസ വേണേലും കൊടുക്കാമെന്നൊക്കെയാ പറഞ്ഞു, എന്നാലും സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ കുട്ടികളുടെ ഭാര്യയുടെ ഓർമ്മയാണ് ഐലൻഡ്. അത് അയാൾ ഒരിക്കലും വിൽക്കില്ല. ഈ കണ്ണുനീർ മുതലയുടേതല്ല, മഗ്രാളുടേതാണ്. ഈ കണ്ണുനീർക്ക് അവരെല്ലാം ഉത്തരം തന്നേ മതിയാവൂ. മുത്തശ്ശന് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ അടുത്തേക്ക് തന്നെ അയച്ചേക്ക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, കാർണിവൽ ഐലൻഡിൽ ഇത്തവണ കാർണിവലുകളുടെ 25ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ ഫുർഫുറി നഗരത്തിന്റെ ഫ്ലോട്ടും അവതരിപ്പിക്കുന്നുണ്ട്. പൊളിച്ചടത്തല്ലോ. മോട്ടുപത്തിൽ എവിടെ പോയി? ഫ്ലോട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞല്ലോ. അവരെ ഇതുവരെ കണ്ടില്ല. മോട്ടുപത്തിൽ ഒന്ന് പെട്ടെന്ന് വരൂ ചങ്കള്.
ജഡ്ക, ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ എത്തും. പത്തിലു സ്കൂട്ടർ നോക്കോണേ. സോറി സോറി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടുപത്രം ഇതുവരെ വന്നില്ല. ഞങ്ങൾ മോട്ടുവും പത്തലും മുത്തച്ഛനെ ഞങ്ങളുടെ ഫ്ലോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ സന്തുഷ്ടരാണ്, കാരണം നിങ്ങൾ നിങ്ങളുടെ കാർണിവലിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന്. താങ്ക് യു സാറേ, താങ്ക് യു. നിങ്ങളുടെ ഫ്ലോട്ട് മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ ഈ പാവകളെ കണ്ടാൽ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. എന്ത്? തേനീച്ചയുടെ കുത്തേറ്റ് പാവയുടെ മൂക്ക് ചുവന്നിരിക്കുന്നു. ശരിക്കും ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നുന്നു. ശരിക്കും ഇതൊരു മനുഷ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. മുത്തശ്ശ, ഇത് പ്രതിമയല്ല, സത്യമാണ്. ഭയങ്കരമായിരിക്കുന്നു, ഭയങ്കരം. നിങ്ങൾ മനുഷ്യന്മാരെ പാവകളാക്കി നിർത്തിയിരിക്കുകയായിരുന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മുത്തശ്ശ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഞങ്ങൾ ബൊമ്മയെ പോലെ വേഷം കെട്ടി വന്ന് നിന്നാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വളരെ നല്ലത്, വളരെ നല്ലത്. ഐ ലൈക്ക് ഇറ്റ്. കാർണിവൽ ഐലൻഡിൽ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ടാകും. എല്ലാവരും കേൾക്കുക, എല്ലാവരും ടെന്റുകളിൽ നിന്നും പുറത്തേക്ക് വരിക. മുത്തശ്ശൻ വരുന്നുണ്ട്. അല്ല, ആരും ക്യാമ്പ് ഫയർ കത്തിച്ചില്ലേ? എന്നാ ശരി, ഞാൻ തന്നെ അങ്ങ് കത്തിച്ചേക്കാം. പൊളിച്ചെടുത്തല്ലോ. എന്താ പെട്ടെന്ന് ഭയങ്കര ചൂട് തോന്നുന്നേ? എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് മുന്നിൽ ഭയങ്കര തണുപ്പായത് കൊണ്ട് പിന്നിൽ നമുക്ക് ചൂട് തോന്നുന്നതാണ്.
എന്റെ അത്തിപ്പാറ അമ്മച്ചി പുറകിൽ നിന്ന് ചൂട് കൂടി വരികയാണല്ലോ ചങ്കുകളെ. മോട്ടും പത്രും എല്ലാവരുടെയും പുറകെ തീ പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടിപ്പോ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാ. അതെ, ഇതേതായാലും കൊള്ളാം, കാണാൻ നല്ല രസമായിട്ടുണ്ട്. സോറി സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കാർണിവൽ ഐലൻഡ്. ടാബ്ലോ ഫ്ലോട്ടുകളുടെ മത്സരം ആരംഭിക്കുന്നു. ആരുടെ ഫ്ലോട്ടാണോ ഏറ്റവും നല്ലത്, എല്ലാ വർഷത്തെയും പോലെ 25 അല്ല $50,000 സമ്മാനമായി ലഭിക്കുന്നു. നാളെ രാവിലെ നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിൽ ബൈ എയർ ഞാൻ കറങ്ങാൻ കൊണ്ടുപോകാം. അതാ കണ്ടോ, ആ നടുക്ക് കാണുന്നതാണ് നമ്മുടെ കാർണിവൽ ഐലൻഡ്. പിന്നെ അവിടെ ആ കാണുന്നതാണ് സ്കോർപിയൻ ഐലൻഡ്. പിന്നെ ഇതാണ് ക്രോക്കോഡൈൽ ഐലൻഡ്. മനസ്സിലായോ? ഇതിനെയാണ് ടൈഗർ ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലയൺ ഐലൻഡ്. പിന്നെ ഇതാണ് അനക്കോണ്ട ഐലൻഡ്. ആ കാണുന്നതാണ് ഡൈനോസോർ ഐലൻഡ്. അല്ല, ഇത്രയും ഭംഗിയുള്ള ഐലൻഡിനൊക്കെ എന്തിനാ ഇത്രയും പേടിപ്പിക്കുന്ന പേരുകൾ വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥനും പേടി തോന്നുന്ന ആളാണല്ലോ. ആ ഐലൻഡിൽ ആരും വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു, സ്മഗ്ലിംഗ് ഇഷ്ടവിനോദവും. അതുകൊണ്ട് തന്നെ എന്റെ ഐലൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അയാൾ എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അയാളുടെ പേരെന്താണ്? മഗ്രാൽ. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് വിശപ്പുണ്ടോ? കഴിച്ചോ. ഗസ്താറാംജി, ഒന്നിന് കൊടുത്താൽ ഇനിയും ഒരുപാടെണ്ണം വരും. കൊടുക്കണ്ട. എനിക്ക് കടൽ പക്ഷികളെ കഴിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നീ കഴിച്ചോ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇപ്പൊ നിന്റെ 20 വർഷത്തെ അനുഭവം എവിടെ പോയി വസിട്ട്? ബൈ ബൈ. ഇനി നിങ്ങൾ തനിയെ രക്ഷപ്പെട്ടോളൂ. അല്ല പത്തിലോ, ഈ പൈലറ്റ് എന്തിനാ എടുത്ത് ചാടിയത്? എനിക്കറിയില്ല. നീ വേണമെങ്കിൽ പൈലറ്റിന്റെ അടുത്ത് പോയി ചോദിക്കേ. തനിക്ക് പ്ലെയിൻ എന്താ നേരെ ഓട്ടിക്കാൻ അറിയില്ലേ? എന്നാ പിന്നെ ഇന്നാ നീ തന്നെ മര്യാദയ്ക്ക് ഓടിക്ക്. എന്തിനാ ഹാൻഡിൽ പറിച്ചെടുത്തത്? ഇനി എങ്ങനെ പ്ലെയിൻ ഓടിക്കാൻ സാധിക്കുക?
മോട്ടു പത്ലു, നിങ്ങൾ സത്യത്തിൽ നല്ല മിടുക്കന്മാര് തന്നെയാ. എന്നെ രക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മെനി മെനി താങ്ക്സ്. എന്നാലും ആ പൈലറ്റ് എന്തിനാ ഇതിന്ന് എടുത്ത് ചാടിയത്? ഇതെല്ലാം ആ മഗ്രാലിന്റെ പണിയാണ്. എന്റെ കാർണിവൽ ഐലൻഡ് അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. എന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി ഒരിക്കൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരില്ല. അവന്റെ ഒരു പണി ഇവിടെ നടക്കില്ല. വരും പത്ലു, അവനെ കാണേണ്ടതുപോലെ കണ്ടിട്ട് വരാം നമുക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.